നമുക്ക് ഈ ഒരു സൺഫ്ലവർ ഉണ്ടാക്കിയാലോ? ഇത് ഞാൻ 1 അവറിലാണ് മേക്ക് ചെയ്തതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ അതാണ് സത്യം. കയ്യിൽ കളർ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള പേപ്പർ പെയിൻറ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഈ കളർ പേപ്പർ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ടൈം നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 സെൻറ്റിമീറ്റർ, 10 സെൻറ്റിമീറ്റർ, 8 സെൻറ്റിമീറ്റർ, 6 സെൻറ്റിമീറ്റർ ആയിരുന്നു 4 സ്ക്വയർ ഷീറ്റ്സ് കട്ട് ചെയ്തെടുക്കാം. ഇനി എന്താ, ഞാൻ ഈ ചെയ്യുന്ന പോലെ ഓരോ ഷീറ്റ്സും ഫോൾഡ് ചെയ്തെടുക്കാം. പിന്നെ ഈ വരച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഓപ്പണിങ്ങിൻ്റെ അവിടെ നമ്മളുടെ പെറ്റൽസിൻ്റെ എൻഡ് വരാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് അത് 4ഉം കട്ട് ചെയ്തെടുക്കുക. ഇനി ആ പെറ്റൽസ് എല്ലാം ഒന്ന് ഉള്ളിലോട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അറേഞ്ച് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. നോർമൽ പേപ്പർ വരെ ക്രേപ്പ് പേപ്പർ യൂസ് ചെയ്ത് കുറച്ചുകൂടെ ബെറ്റർ റിസൾട്ട് കിട്ടും. ഇനി നമുക്ക് ആ സൺഫ്ലവറിൻ്റെ സെൻറ്ററിൽ വരുന്ന ബ്രൗൺ ഭാഗം ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് വേറെ ഒന്നും വേണ്ട, നമ്മുടെ അടുക്കളയിൽ ഇരിക്കുന്ന കടുക് എടുത്തുകൊണ്ട് വന്നാൽ മതി. നോർമൽ ബ്രൗൺ പേപ്പർ കട്ട് ചെയ്യുന്നതിനേക്കായി കുറച്ചുകൂടെ ഭംഗി ഇതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇനി ഒരു കമ്പെടുക്കുക, പെയിൻറ്റ് ചെയ്യുക, ഒട്ടിച്ചു കൊടുക്കുക. സ്റ്റെം റെഡി. ഇനി 2 ലീവ്സ് കട്ട് ചെയ്യുക, ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മുടെ സൺഫ്ലവർ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.